നിങ്ങളുടെ പഴയ ആൻഡ്രോയിഡ് ടി വി എങ്ങനെ ഗൂഗിൾ ടി വി ആൻഡ്രോയിഡ് 14 ആക്കാമെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ഈ ഡിവൈസാണ്. ഇത് ഗൂഗിൾ ടി വി സ്ട്രീമർ 4K ഡിവൈസാണ്. ഈ ഡിവൈസിൻ്റെ കൂടെ നമുക്ക് ഒരു റിമോട്ട് കൺട്രോളർ കിട്ടും, ഒരു പവർ അഡാപ്റ്ററും USB കേബിളും ഉണ്ട്, പിന്നെ ഈ യൂസർ മാനുവലുണ്ട്. കണ്ടോ, ഇതാണ് ഗൂഗിൾ ടി വി സ്ട്രീമർ 4K. ഇതിനകത്ത് എന്തൊക്കെ പോർട്ട്സ് ഉണ്ടെന്ന് നോക്കാം. ഇതാണ് HDMI ഔട്ട്പുട്ട് പോർട്ട്, ലാൻ പോർട്ട്, പവർ പോർട്ട്, റീസെറ്റ് ബട്ടൺ, LED ലൈറ്റ്. അടുത്തതായിട്ട് ഞാൻ ഈ ഡിവൈസ് പഴയ ആൻഡ്രോയിഡ് ടി വിയിലോട്ട് കണക്ട് ചെയ്യാൻ പോകാം. ആദ്യം ഈ പവർ അഡാപ്റ്റർ ഈ ഡിവൈസിലോട്ട് കണക്ട് ചെയ്യണം. ഞാൻ ഈ USB Type-C കേബിൾ ഈ ഡിവൈസിലോട്ട് കണക്ട് ചെയ്യുകയാണ്. ഇവിടെ LED ലൈറ്റ് കാണാം. ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ ഈ ഡിവൈസ് ഓണായി. അടുത്തതായിട്ട് ടി വിയിൽ നിന്നുള്ള HDMI കേബിൾ ഈ HDMI ഔട്ട്പുട്ട് പോർട്ടിൽ കണക്ട് ചെയ്യാൻ പോകാം. ഇതാണ് ടി വിയിൽ നിന്നുള്ള HDMI കേബിൾ. ഇത് ഈ HDMI ഔട്ട്പുട്ട് പോർട്ടിൽ കണക്ട് ചെയ്യാം. കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഈ ഡിവൈസിൽ നിന്നുള്ള കോണ്ടൻറ്റ് ടി വിയിൽ കാണാൻ പറ്റും. ടി വിയിൽ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ടി വി ആൻഡ്രോയിഡ് 14 കാണാൻ പറ്റും. ഇങ്ങനെ നമുക്ക് പഴയ ആൻഡ്രോയിഡ് ടി വി ഗൂഗിൾ ടി വി ആൻഡ്രോയിഡ് 14 ആക്കാം. ഇതിങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം ഈ റിമോട്ട് കൺട്രോളർ നമുക്ക് പെയർ ചെയ്യണം. ഇതെങ്ങനെയാണ് പെയർ ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്കിപ്പോൾ ടി വിയിൽ കാണാം. റിമോട്ട് കൺട്രോളർ എങ്ങനെ പെയർ ചെയ്യാമെന്നിവിടെ കാണാം. റിമോട്ട് കൺട്രോളറിൽ ഈ രണ്ട് ബട്ടൺസ് ഒരുമിച്ച് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യണം. അങ്ങനെ നമുക്ക് ഈ റിമോട്ട് കൺട്രോളർ പെയർ ചെയ്യാം. ഇങ്ങനെ നമുക്ക് പഴയ ആൻഡ്രോയിഡ് ടി വി അല്ലെങ്കിൽ സ്മാർട്ട് ടി വി അപ്ഗ്രേഡ് ചെയ്തിട്ട് ഗൂഗിൾ ടി വി ആൻഡ്രോയിഡ് OS 14 ആക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.